പടക്കങ്ങൾ എന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. അങ്ങനെ വിഷു ആയതുകൊണ്ട് കണിവെക്കാനുള്ള സാധനങ്ങളും കുറച്ച് പച്ചക്കറിയൊക്കെ മേടിക്കാൻ വേണ്ടി നമ്മൾ ടൗണിലേക്ക് ഇറങ്ങി. നമ്മളെ രണ്ടാളെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ ഉണ്ണിയപ്പം. അങ്ങനെ ഉണ്ണിയപ്പം വാങ്ങാൻ വേണ്ടി നമ്മൾ തലോറയിലുള്ള ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയി. ഉണ്ണിയപ്പത്തിന്റെ ടേസ്റ്റ് കൊണ്ട് തന്നെ നമ്മൾ വീട്ടിലെത്തുന്നതിന് മുന്നേ പകുതിയും തീർന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ജിത്തു. ഇത് പുളിയല്ലേ? അതായത് പുളിമാണ്. വലിയ പുളിയാണല്ലോ. പൊട്ടിച്ചോ. അങ്ങനെ കണിവെക്കാനുള്ള മാങ്ങ റെഡി. ഇനി ചക്ക വേണമല്ലോ. ചക്ക പറിക്കാൻ വേണ്ടിട്ട് വീട്ടിന്റെ പുറത്ത് കയറി ചക്ക കിട്ടും. അങ്ങനെ എല്ലാ വർഷത്തെയും പോലെ ഇക്കൊല്ലവും നമ്മൾ പടക്കം പൊട്ടിക്കാൻ നേരെ ഓട്ടീന്റെ വീട്ടിലേക്ക് പോയി. ഇതാണ് കേട്ടോ ഓട്ടി വാങ്ങി വെച്ച പടക്കം. പിന്നെ ഇപ്രാവശ്യത്തെ വിഷുവിന് കണി കാണിക്കാൻ മലപ്പുറത്ത് നിന്ന് 2 കുറ്റിയും പറിച്ച് വന്നിനേട്ടാ. ആദ്യം തന്നെ പൊട്ടിട്ട് ഹൃദയം. പിന്നെ നേരെ വീട്ടിലേക്ക് പോയി. പിന്നെ കുറെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിട്ടാ. എല്ലാരും കൂടി പടക്കം പൊട്ടിച്ച്. ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് തന്നെ കണി ഒരുക്കേണ്ട സമയമായിട്ടുണ്ടായിട്ടാ. അങ്ങനെ വീട്ടിൽ പോയി കണിയെല്ലാം ഒരുക്കി കണി എല്ലാവർക്കും കാണിച്ചു കൊടുത്ത്. കണി റെഡി. കണ്ണൂർക്കല്ലേ? അങ്ങനെ ആ ചെറിയൊരു മിനി സദ്യയൊക്കെ ഉണ്ടാക്കി നമ്മൾ ഫ്രണ്ട്സിനെല്ലാം വിളിച്ച് നമ്മളെല്ലാരും ഫുഡ് കഴിച്ചു. ഈരിന് സാമ്പാർ താങ്ങുന്ന ആളാ ഇന്നത്തെ പായസം ഉണ്ടാക്കി. പായസം രക്ഷ ഉണ്ടായില്ല. പിന്നെ ചോട്ടുവിന്റെ സദ്യ. എന്റെ അച്ചായ ഇവളുടെ പുട്ടും കടലയും. പിന്നെ ആക്ന ക്ലോത്തിങ്ങിന്റെ വക നമുക്ക് 2 നല്ല വിഷുക്കോടിയൊക്കെ ഉണ്ടായിട്ടാ. കോടിയിലെടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോഴത്തേക്ക് ഒടുക്കത്തെ മഴ. പിന്നെ കോടിയിലെടുത്തിട്ട് ഭണ്ണാരത്തിലേക്ക് ഇട്ട്. അപ്പൊ ഇതാ ഇത്രയൊക്കെ ഉണ്ടായിട്ടില്ല കേട്ടോ നമ്മളെ വിഷു.